വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഈ ഒരു ലോയിന് ഇന്നലെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് അതിന്റെ താഴെയാണ് ഇന്ന് ട്രേഡ് നടക്കുന്നത്. ആ ലോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത ലോയ ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈയിനെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇതിൽ ഏതെങ്കിലും സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് മാർക്കറ്റിനൊരു ഡയറക്ഷൻ കിട്ടുക എന്നുള്ളത്. ഇപ്പൊ ലോയാണ് ആദ്യം ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. പിന്നെ മറ്റൊരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഓറഞ്ച് ലൈനിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം, ഇവിടെ ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഈ പുൾ ബാക്ക് ക്യാൻഡിലിൽ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിരിക്കുന്നത്. അതിന് മുന്നേ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. ആ ഡിമാൻഡിൽ നിന്ന് പുൾ ബാക്ക് കിട്ടിയ ഏരിയ ആണ്. അപ്പൊ ആ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി താഴത്ത് കാണാം, ഇതൊരു ലൈന് കാണാം. ഈ ഒരു ലൈനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറെ കാലങ്ങളായിട്ട് പറയുന്നതാണ്, മാർക്കറ്റ് ഈ ഒരു ഓറഞ്ച് ലൈനും ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ എത്താനുള്ള സാധ്യത ഉള്ള ഒരു ഏരിയ ആണെന്നുള്ളത് നമ്മുടെ വീക്ക്ലി അനാലിസിസിലൊക്കെ ഇത് എടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞാറുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ മാർക്കറ്റ് ഇറങ്ങി വന്നിരിക്കുന്നത് ഒരു വീക്കിലി ഇംബാലൻസിലേക്കാണ്. നോക്കിയാൽ കാണാം, ഈ ഇംബാലൻസിൽ നിന്നാണ് മാർക്കറ്റ് നല്ല റിജക്ഷൻ തന്നിരിക്കുന്നത്. എനിവേ മാർക്കറ്റ് എവിടെ വരെ പോകും, മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഇറങ്ങി വന്നിരിക്കുന്ന ഒരു വീക്കിലി ഇംബാലൻസിൽ നിന്നാണ്, അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി സാധ്യമായിട്ടുള്ള ഏരിയാസ് മാർക്ക് ചെയ്തിടാം. അതിനുവേണ്ടി പോകുന്നത് 1 അവറിലാണ്. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. പലതവണ ഇവിടെ ഇറങ്ങി വന്നിട്ടും ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാതെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ തന്നെയായിരിക്കാം. ഇതിനൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. എനിവേ അവിടെ വരെ മാർക്കറ്റ് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി 1 അവറിൽ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ലെവലിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്ന് ഒരുപക്ഷെ റീടെസ്റ്റ് എടുക്കാനും സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇതിനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി 1 അവറിൽ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഇംബാലൻസ് ആണ്, അതും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ട് വീണ്ടും ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ 1 അവറിന്റെ വരച്ചത് 50 മിനിറ്റ്സിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടുന്നുണ്ട്. സപ്പോർട്ട് ഏരിയ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ആ ട്രെൻഡ് ലൈൻ ഒരു ബ്രേക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട്. നോക്കുകയാണെങ്കിൽ കാണാം, ഇവിടെയും നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ 50 മിനിറ്റ്സിൽ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുണ്ട്. എൻട്രി സാധ്യത ഒന്നൊരു ബൈ എൻട്രി ഉണ്ട്, ഒരു സെൽ എൻട്രി ഉണ്ട്. ആദ്യം ഒരു സെൽ എൻട്രി പറയാം. സെൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കറന്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത്, അതായത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു സപ്പോർട്ട് വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അത് എൻട്രി ചാൻസ് ആണ്, ഒരു സെൽ എൻട്രി ചാൻസ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഇതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു ബൈ എൻട്രി ഉണ്ട്. അതൊരു ഇംബാലൻസിലേക്കോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിലേക്കോ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് രണ്ട് ചാൻസ് എന്നുള്ളത്. ഇനി മറ്റൊരു ചാൻസും കൂടി ഉണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലോട് കൂടി താഴോട്ടേക്ക് വീഴുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സെൽ എൻട്രി ഉണ്ട്. ആ ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇങ്ങനെയുള്ള 3 എൻട്രി സാധ്യതകളാണെന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ താഴെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് കുറച്ചും കൂടി ഇവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ എൻട്രി സാധ്യതകൾ പറയുന്നത്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എന്നും പറയുന്ന പോലെ തന്നെ ഈ ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.